ഓം ശാന്തി. ഈ ഒരു കാര്യം അറിയാതെ ജീവിതത്തിൽ പലരിടത്തും കണ്ട ഒരു കാര്യമാണ് ഇത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കുറേ ആളുകൾ നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവരെ പിന്നോട്ട് വലിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കുറേ ആളുകൾ മറ്റുള്ളവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇവരുടെയൊക്കെ ജീവിതത്തെ വിശകലനം ചെയ്ത് അനലൈസ് ചെയ്തപ്പോൾ കണ്ട രസകരമായൊരു കാര്യം, അത് വലിയൊരു രഹസ്യമാണ്, അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കിയത്, ഒരാൾക്ക് മറ്റൊരാളെ പിന്നോട്ട് വലിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിൽക്കുന്നതിൻ്റെ കുറച്ചും കൂടെ പിന്നോട്ട് പോകണം. മീൻസ് ഞാൻ വേറൊരാളെ വലിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ആളുടെ പിന്നോട്ട് പോയി നിൽക്കാതെ പിന്നിലേക്ക് വലിക്കാനാവില്ലല്ലോ. അതുപോലെ ഒരാളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർ നിൽക്കുന്നതിനേക്കാൾ മുന്നോട്ട് കയറി നിൽക്കാതെ ഒരിക്കലും അവരെ മുന്നോട്ട് വലിക്കാനും സാധ്യമല്ലല്ലോ. നിങ്ങൾ ഫിസിക്കലായിട്ട് ഈ ആക്ഷൻ ഒന്ന് ചെയ്ത് നോക്കിയേ. ഒരാൾ നിൽക്കുകയാണ്, പിന്നോട്ടേക്കാണ് വലിക്കേണ്ടതെങ്കിൽ ആ നിൽക്കുന്ന ആളുടെ പിന്നിൽ പോയി നിന്നിട്ട് വേണ്ടി വരും വലിക്കാനായിട്ട്. മുന്നോട്ടേക്കാണ് വലിക്കേണ്ടതെങ്കിൽ നിൽക്കുന്ന ആളുടെ മുന്നോട്ട് പോയി നിന്നിട്ട് വേണം വലിക്കാനായിട്ട്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, മറ്റൊരാളെ പിന്നോട്ട് വലിക്കാൻ, വീഴ്ത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വീഴ്ച അവരെക്കാൾ കൂടുതൽ ആഴത്തിൽ വീഴാൻ പോകുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. ഒരാളെ മുന്നോട്ട് കയറ്റാൻ നിങ്ങൾ സഹായിക്കുന്നുവെങ്കിൽ അവരെക്കാൾ മുന്നോട്ട് പോകുന്ന ആളും നിങ്ങൾ തന്നെയായിരിക്കും. അതുകൊണ്ട് ജീവിതത്തിലൊരു വ്രതം നമ്മൾ എടുത്തേ തീരൂ. ഒരാൾ നമ്മളോട് എന്തു തന്നെ വേണമെങ്കിൽ പെരുമാറിക്കോട്ടെ, മോശമായി പെരുമാറുകയാണെങ്കിലും അവഗണിക്കുകയാണെങ്കിലും അപമാനിക്കുകയാണെങ്കിലും എല്ലാം ചെയ്തു കൊടുത്ത ശേഷം അവസാനം ഒന്നും ചെയ്യാത്ത ഒരാളെപ്പോലെ നിങ്ങളോട് പെരുമാറുകയാണെങ്കിലും ഇതെല്ലാം എന്തൊക്കെ അവസ്ഥ വരുമ്പോഴും മനസ്സിലാക്കുക, ഇതെല്ലാം അവരുടെ സ്ഥിതിയാണ്. അതുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്ത ആളോട് ഒരു പ്രാവശ്യമെങ്കിലും പ്രതികാരം ചെയ്യണം നിങ്ങൾ വിചാരിച്ചു പോയാൽ മനസ്സിലാക്കുക, പ്രതികാരം എന്നതായിരിക്കുന്ന ഹീനഭാവന അവരെ മാത്രമല്ല നിങ്ങളെ കൂടെ പിന്നിലേക്ക് വീഴ്ത്തിയിട്ടേ അവർ വീഴൂ എന്നുള്ളതാണ്. അതുകൊണ്ട് പറ്റുന്ന എല്ലാ സമയത്തും എല്ലാ സാഹചര്യത്തിലും ഒരാളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ചെറിയ തള്ളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ട് എത്ര പറ്റുന്നു അത്ര മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ. കാരണം അവരെക്കാൾ മുന്നോട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പോയിട്ടുണ്ടായിരിക്കും. അവിടെ ഇതിനെ ജീവിതത്തിലൊരു വ്രതമാക്കേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മളെ കുത്താനും നമ്മളുടെ അടുത്ത് മോശമായി പെരുമാറാനും അപമാനിക്കാനും അവഗണിക്കാനും നിൽക്കുന്ന ആളുകളെ നെവർ മൈൻഡായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ ശക്തി നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും. നന്മയുടെ ശക്തിയാണത്, പോസിറ്റിവിറ്റിയുടെ എനർജിയാണത്. അത് നമ്മളെ ഈശ്വരനുമായിട്ട് കണക്റ്റഡ് ആക്കും. ആര് ഈശ്വരനുമായിട്ട് കണക്റ്റഡ് ആകുന്നു, ഒരു കാര്യം ഞാൻ ഓർത്തു പോവുകയാണ്. ഒരാൾ സൂര്യന് നേരെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഉദിച്ചു നിൽക്കുന്ന സൂര്യന് അഭിമുഖമായി കൊണ്ടൊരാൾ നടക്കുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ല അയാളുടെ നിഴൽ അയാളുടെ പിന്നാലെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. ഒരാൾ സ്വന്തം നിഴലിനെ പിടിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ സൂര്യനിൽ നിന്ന് എത്രയോ ദൂരം പോയി അവസാനം നിഴൽ ഇരുട്ട് മാത്രമായി മാറും, അവർക്ക് വെളിച്ചമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. അതേസമയം സൂര്യൻ്റെ നേരെ താഴെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ നിഴൽ കാണാൻ സാധ്യമല്ല. എന്നുവെച്ചാൽ എന്താ അർത്ഥം? നിഴലില്ലാണ്ടായി എന്നല്ല, നിങ്ങളുടെ കാൽ കീഴിൽ ആ നിഴലുണ്ട് എന്നർത്ഥം. ജീവിതത്തിൽ സുഖവും സന്തോഷവും ആനന്ദവും ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ദൃഷ്ടി എപ്പോഴും സർവശക്തനായിരിക്കുന്ന ഭഗവാനിലേക്കായിരിക്കണം. ഈ പ്രപഞ്ചത്തിലെല്ലാം തികഞ്ഞവൻ, എല്ലാ ഗുണങ്ങൾ കൊണ്ടും നിറഞ്ഞവൻ ഈശ്വരനാണ്. ഏതെങ്കിലും ഒരു ഗുണമുള്ള ആളെ കാണുമ്പോൾ അവരുടെ ഗുണത്തിൽ പ്രഭാവിതരാകാതെ ആ ഗുണം അവർക്ക് നൽകിയതായിരിക്കുന്ന ഈശ്വരൻ എത്ര ഗുണസാഗരനായിരിക്കും. അതൊന്ന് ഓർത്തു നോക്കിയേ. ഹൃദയത്തിൽ ഭഗവാനോടുള്ള ആദരവും ഈശ്വരനോടുള്ള സ്നേഹവും കത്തിജ്വലിക്കുകയും ചെയ്യും. ആ വ്യക്തിയോട് ആദരവ് കൊടുക്കുമ്പോൾ തന്നെ മനസ്സ് പ്രഭാവിതമാകാതെ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കും. മറ്റൊരാളുടെ അവഗുണം കാണുന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പാണല്ലോ, ഒരാൾക്ക് പനി പിടിച്ച് കിടക്കുകയാണ്, 10 മണിക്ക് ഓഫീസിൽ പോകേണ്ട ആളായിരിക്കാം, പക്ഷേ അവർ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ 10 മണിക്ക് ഓഫീസിൽ പോകാത്തത് നമ്മൾ ചോദിക്കില്ല. നമ്മൾ ചോദിക്കുക വെള്ളം വേണോ അല്ലെങ്കിൽ കഞ്ഞി വേണോ, എന്ത് സഹായമാണ് വേണ്ടതെന്ന് ചോദിക്കും. അതുപോലെ ഈ ലോകത്ത് അവഗുണങ്ങൾ എന്നത് ആത്മാവിൻ്റെ രോഗമാണ്. ആ രോഗം ബാധിച്ചൊരു വ്യക്തി കിടക്കുന്ന സമയത്ത് അവരോടും നമുക്ക് ദേഷ്യമോ അല്ലെങ്കിൽ വിദ്വേഷമോ വെറുപ്പോ നമ്മുടെ മനസ്സിൽ കീപ്പ് ചെയ്യരുത്. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവരൊരു രോഗിയാണ്, ആത്മീയമായ രോഗിയാണ്. അതുകൊണ്ട് അതിൻ്റെയും പ്രഭാവത്തിൽ വരരുത്. നമുക്ക് മറക്കാൻ പറ്റാതിരിക്കുക 2 വെറൈറ്റി ആളുകളെയാണ്.
ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരെയും മറക്കാൻ പറ്റില്ല, ഒരുപാട് വെറുക്കുന്ന ആൾക്കാരെയും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പ്രഭാവിതരാകുന്ന രണ്ട് ഭാവം, ഒന്ന് നെഗറ്റീവ്ലി പ്രഭാവിതരായി പോകുന്നു, ഒന്ന് പോസിറ്റീവ്ലി പ്രഭാവിതരായി പോകുന്നു. ഈ രണ്ട് പ്രഭാവവും നമ്മുടെ വ്യക്തിത്വത്തിനെ ഇല്ലാതാക്കി നമ്മളെ ഏതെങ്കിലും രീതിയിലുള്ളതായിരിക്കുന്ന ഒരു ഇഴയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഒന്നുകിൽ ആ വ്യക്തിയുടെ ഭാവത്തിൽ പ്രഭാവത്തിൽ അവരിൽ മാത്രം മുങ്ങി ജീവിക്കുന്ന ഒരു അവസ്ഥ വരും, അല്ലെങ്കിൽ മറ്റൊരാളുടെ വെറുപ്പ് കൊണ്ട് സ്വയം വിങ്ങി ജീവിക്കുന്ന അവസ്ഥ വരും. ഇത് രണ്ടുമില്ലാതെ മുന്നോട്ട് സദാ പോവാൻ വേണ്ടിക്കൊണ്ട് ഇതിനൊക്കെ തന്നെ എല്ലാത്തിൻ്റെയും ഗുണസാഗരനായ ഭഗവാനെ നമ്മുടെ സാമ്പിളാക്കി, നമ്മുടെ മോഡലാക്കി, ജ്ഞാനസൂര്യനായ സർവശക്തനായ ഭഗവാനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നടക്കുന്നതെങ്കിൽ ഒരു കാര്യം നിസ്സംശയം പറയാം, നിങ്ങളുടെ പേഴ്സണാലിറ്റി പോസിറ്റിവിറ്റിയുടെ കേന്ദ്രമായി മാറി നിങ്ങൾ സൂര്യനെ പോലെ പ്രകാശം നിറഞ്ഞവരായി ലോകത്തിന് വെളിച്ചവും സന്തോഷവും പ്രദാനം ചെയ്യുമ്പോൾ എല്ലാ സുഖ സൗകര്യത്തിൻ്റെ സാധനങ്ങളും നിങ്ങളുടെ കാൽക്കീഴിലുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് സമ്പത്തിൻ്റെ ദേവിയായിട്ട് ലക്ഷ്മിയെ പറയുന്നത്. 16 കലാ സമ്പൂർണ്ണ സർവഗുണ സമ്പന്ന അഹിംസ പരമോധർമ്മ മര്യാദ പുരുഷോത്തമ സമ്പൂർണ്ണ നിർവികാരി എന്ന ഡിഗ്രികൾ കൊണ്ടും നിറഞ്ഞ അവസ്ഥയാണ് ലക്ഷ്മി. ആ അവസ്ഥയിൽ സ്വർഗത്തിൻ്റെ അധിപതിയാണ്. അവരുടെ ജീവിതത്തിൽ സന്തോഷം വേണോ, ജീവിതത്തിൽ നിങ്ങൾക്ക് ധനം വേണോ, ഉയർച്ച വേണോ, നിങ്ങൾക്ക് ബന്ധങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമാവണോ, ഒരു വ്രതം നമ്മൾ എടുത്തേ പറ്റൂ. മറ്റൊരാൾ എന്നെ അവഗണിച്ചാലും, എന്നെ പിന്നോട്ട് വലിക്കാൻ നോക്കിയാലും, എന്നോട് മോശമായി പെരുമാറിയാലും അത് അവരുടെ പാർട്ടാണ്, അവരുടെ റോളാണ്. ഞാൻ എൻ്റെ റോള് സദാ എല്ലാവരെയും സഹായിച്ചുകൊണ്ട് മുന്നോട്ട് എന്തായിട്ടുള്ള ലക്ഷ്യം. എങ്കിൽ മുന്നോട്ട് മറ്റുള്ളവരെ വലിക്കാനും അവരെക്കാൾ നന്നായി മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഓർമ്മിക്കുക, മുന്നോട്ട് പോകണമെങ്കിൽ അവരെക്കാൾ മുന്നോട്ടേക്ക് പോകണം, പിന്നോട്ട് വലിക്കണമെങ്കിൽ അവരെക്കാൾ പിന്നോട്ടും പോകണം. അതുകൊണ്ട് പിന്നോട്ട് പോവാതെ വീഴാതെ സദാ മുന്നോട്ട് പോകാനുള്ള ശക്തി സർവശക്തനായ ഭഗവാൻ നിങ്ങൾക്ക് തരട്ടെ. ഓം ശാന്തി.